പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് കേട്ടറ്റ് മലയാളത്തിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫ് കൃത്യമായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ എളുപ്പത്തിൽ കണ്ടെത്താം. നോക്കൂ, ഉത്തമമായ ഒരു ഗ്രന്ഥവും ഉത്തമനായ ഒരു സഹൃദയനും തമ്മിലുള്ള ആത്മീയ പരിണയമാണ് വായന. അത് വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കർമ്മശക്തിയുടെയും ഉത്തമ ഭാവങ്ങളെ മനുഷ്യ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കുന്നു. വ്യക്തിയുടെ അന്തർഭാവങ്ങളിൽ അതുയർത്തുന്ന സൂക്ഷ്മ തരംഗം സമുദായത്തിൻ്റെ ബാഹ്യതലത്തിൽ സ്ഫുരിക്കുന്ന മഹാക്ഷോഭം വരെ ആയിത്തീരാറുണ്ട്. പുസ്തകത്തിൻ്റെ ഏടുകൾ മറിക്കുമ്പോഴുണ്ടാകുന്ന നേരിയ ഒച്ച ഒരു സമൂഹമോ രാഷ്ട്രമോ സ്വന്തം ചരിത്രത്തിൻ്റെ ഒരു നവാധ്യായം തുടങ്ങുന്നതിൻ്റെ ഭേരീനാദമായി പ്രതിധ്വനിച്ചിട്ടുണ്ട്. കാർലൈൻ ഗ്രന്ഥപ്രഭാവത്തെപ്പറ്റി ഇപ്രകാരം എഴുതിയെന്നു കേട്ടിട്ടുണ്ട്: റൂസോവിൻ്റെ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് 1ാം പതിപ്പിനെ കളിയാക്കി ചിരിച്ചവരുടെ തോൽ കൊണ്ട് തുന്നിക്കെട്ടിയതായിരുന്നു. നല്ല വായനക്കാരന് ഇങ്ങനെ സ്വന്തം തോൽ നഷ്ടപ്പെടേണ്ടി വരില്ല. ഇതിലത്തെ ആദ്യ ചോദ്യം നോക്കൂ. ഭേരീനാദം എന്നാൽ എന്താണ്? വീണാനാദം, പെരുമ്പറനാദം, ഹൃദയനാദം, കാഹളനാദം. ഭേരി, വിജയഭേരി മുഴക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിനാൽ ഭേരി എന്ന് പറഞ്ഞാൽ പെരുമ്പറനാദം. പെരുമ്പറ പഴയകാലത്തൊക്കെ കാര്യങ്ങൾ വിളിച്ചറിയിക്കാൻ ഉപയോഗിച്ചിരുന്നതായിരുന്നു പെരുമ്പറ എന്ന ഉപകരണം. അപ്പോൾ ഭേരി എന്ന് പറഞ്ഞാൽ പെരുമ്പറനാദം, വിജയഭേരി. വിജയം രാജാക്കന്മാരൊക്കെ വിജയിച്ചാൽ പെരുമ്പറ കൊട്ടി ഘോഷിക്കാറുണ്ട്. അപ്പോൾ ആൻസർ പെരുമ്പറനാദം. അടുത്ത ചോദ്യം നോക്കൂ. ഉത്തമനായ ഒരു ഗ്രന്ഥവും ഉത്തമനായ ഒരു സഹൃദയനും തമ്മിലുള്ള ആത്മീയ പരിണയം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉദാത്തമായ രചന, ഉദാത്തമായ എഴുത്തിനെ, ഉദാത്തമായ വായന. അല്ലെ, ഇവിടെ തന്നെ ഉണ്ട് ഉത്തരം, ഉദാത്തമായ വായനയെ. വായനയുടെ സ്വർഗത്തിൽ എന്ന കൃതിയുടെ രചയിതാവ് നമുക്കിതിൻ്റെ പാരഗ്രാഫിൻ്റെ അടിയിൽ കാണാം. ആരാണ് രചിച്ചത്? സുകുമാർ അഴീക്കോട്. സഹൃദയൻ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഹൃദയമുള്ളവൻ, സമാന ഹൃദയമുള്ളവൻ, സാഹിത്യകാരൻ, ഹൃദയശൂന്യൻ. ഇവിടെ ഉത്തരം സമാന ഹൃദയമുള്ളവൻ എന്നാണ് കേട്ടോ. വായന മനുഷ്യ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകം എന്ത്? ഇത് വായിക്കുമ്പോൾ സംസ്കാരത്തിൻ്റെ ഉത്തമ ഭാവങ്ങളെ, സൂക്ഷ്മ തരംഗത്തെ, ഗ്രന്ഥപ്രഭാവത്തെ, മഹാക്ഷോഭത്തെ. എന്തായിരിക്കും ഉത്തരം? നോക്കൂ, സംസ്കാരത്തിൻ്റെ ഉത്തമ ഭാവങ്ങളെ. അടുത്ത ചോദ്യം. വ്യത്യസ്ത കഴിവുകളുള്ള പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികൾക്ക് പാഠ്യപദ്ധതി വിനിമയത്തിൽ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ വ്യത്യസ്ത കഴിവുകളുള്ള പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാഠാസൂത്രണത്തിൽ അനുരൂപീകരണം. പരീക്ഷയ്ക്ക് ആനുകൂല്യം കൊടുക്കാൻ പറ്റുമോ? അവർക്ക് പ്രത്യേക ആനുകൂല്യം, അനൗപചാരിക വിദ്യാഭ്യാസം കൊടുക്കുക, പ്രത്യേക സ്കൂളിൽ വിദ്യാഭ്യാസം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ രീതിയോട് ഈ ബിയും സിയും ഡി ഒക്കെ എന്താ പറയുക, അതിനേക്കാൾ നല്ലത് എന്താണ്? പാഠാസൂത്രണത്തിൽ അനുരൂപീകരണം. ഇതാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ്. നിലവിലുള്ള പാഠത്തിൽ തന്നെ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുക്കുക. അടുത്ത ചോദ്യം. ഏക സ്വഭാവത്തോടു കൂടിയ ഭാഷാ സമൂഹത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഭാഷണങ്ങളുടെ ആകത്തുകയാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഇത് ആരാണ്? ചോംസ്കി, ബ്രൂണർ, വൈഗോട്സ്കി. ലാംഗ്വേജ്, ഭാഷയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ചോംസ്കിയിലേക്ക് പോവും, പക്ഷേ അതല്ല ഉത്തരം. ബ്ലൂംഫീൽഡാണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം. പ്രത്യയം ഇല്ലാത്ത വിഭക്തി. ഇത് മലയാളത്തിൽ നിന്ന് ഗ്രാമർ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് അല്ലേ? വിഭക്തി പ്രത്യയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിഭക്തി പ്രത്യയം. അപ്പോൾ ഇവിടെ പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണ്? ഉദ്ദേശിക, നിർദ്ദേശിക, സംബന്ധിക, സംയോജിക. ഏതായിരിക്കും ഉത്തരം? ഉത്തരം നിർദ്ദേശിക. നിർദ്ദേശിക കേട്ടോ. അടുത്ത ചോദ്യം. പ്രൈമറി തലത്തിലെ ഭാഷാ പഠന സമീപനം ഏതാണ്? പ്രൈമറി തലത്തിൽ എങ്ങനെയാണ് ഭാഷാ പഠനം? ഉദ്ഗ്രഥിത സമീപനം, സ്വയം പഠന സമീപനം, സംവാദ സമീപനം, അക്ഷരാവതരണ സമീപനം. ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഉദ്ഗ്രഥിത സമീപനമാണ്. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അടുത്ത്, തൂലിക പടവാളാക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ? തൂലിക പടവാളാക്കുക, നല്ല പോരാളിയാവുക, അത് നേരിട്ടുള്ള ഒരർത്ഥം അല്ലേ? തൂലിക പടവാള അല്ലേ, പോരാളിയാകാൻ പറ്റില്ല. കഠിനമായി ശിക്ഷിക്കുക, ഏർപ്പെടുന്ന സംഗതികളിൽ ഉത്കൃഷ്ടമാക്കുക, എഴുത്തിലൂടെ പോരടിക്കുക. അതന്നെ, നമ്മൾ എഴുത്തിലൂടെ പോരാട്ടം നടത്തുന്നതിനാണ് തൂലിക പടവാളാക്കുക എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. പാന്തർ പെരുവഴിയമ്പലം തന്നിലേ. അടുത്ത ചോദ്യം.
പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക. സന്ദീപ നിഗ്രഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതു നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. ക്രോധമല്ലോ നിജധർമ്മക്ഷേകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം. ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരിക്കുന്നതൊരു രാജ്ഞി കണക്കേ നീ. അപ്പോൾ കുറച്ച് വരികളാണ് പാടിയതിലൊക്കെ പണ്ഡിതന്മാർ പാടുപോലൊന്നും പാടാൻ പറ്റുന്നില്ല. എങ്കിലും ഈ ഒരു കവിതയ്ക്ക് യോജിച്ച വരികൾ കണ്ടെത്തണം. ഏതായിരിക്കും? പാന്തർ പെരുവൈ അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. അതിന് പറ്റിയ വരി ഏതാണ്? ക്രോധമല്ലോ നിജധർമ്മക്ഷേകരം ക്രോധം പരിത്യജിക്കണം ബുധജനം. ഇതാണ് കേട്ടോ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 നിർദ്ദേശിച്ച KCF 2007 നിർദ്ദേശിച്ച ബോധനശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഉൾപ്പെടുന്ന ചോദിച്ചു. വൈരുദ്ധ്യാത്മക ബോധനശാസ്ത്രം, നിരന്തര ബോധന ശാസ്ത്രം, വിമർശനാത്മക ബോധനശാസ്ത്രം, മനഃശാസ്ത്ര ബോധനശാസ്ത്രം. ഏതാണ്? ഏത് ബോധനശാസ്ത്രമാണ്? വിമർശനാത്മക ബോധനശാസ്ത്രമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. തനത് നാടക സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? കാവാലം നാരായണ പണിക്കർ, ജി ശങ്കരപ്പിള്ള, ഡോ വയല വാസുദേവ പിള്ള, CN ശ്രീകണ്ഠൻ നായർ. ഉത്തരമാരാണ്? CN ശ്രീകണ്ഠൻ നായരാണ് കേട്ടോ. അടുത്ത ചോദ്യം. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ചെണ്ട കൊട്ടിക്കുക, തോൽപ്പിക്കുക, വിഡ്ഢിയാക്കുക, കലാകാരനാക്കുക, വിജയമാഘോഷിക്കുക. ഇത് ശൈലിയിൽപ്പെട്ടതാണ്. ഉത്തരം വിഡ്ഢിയാക്കുക എന്നാട്ടോ. ഒരാളെ ചെണ്ട കൊട്ടിക്കുക പറഞ്ഞാൽ വിഡ്ഢിയാക്കുക. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. പ്രസിദ്ധമായ വരികളാണ്. ഇതാരുടേതാണ്? വയലാർ രാമവർമ്മയുടെ വരികളാണ്. ഇതുപോലുള്ള SCRTയിലുള്ള വരികൾ അല്ലെ ഫേമസ് ആയ വരികളൊക്കെ പലപ്പോഴും മലയാളത്തിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടോ? അത് നമുക്ക് വീഡിയോയിൽ ചെയ്യാം. അടുത്ത ചോദ്യം. അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം. ഈ പഴഞ്ചൊല്ല് വ്യാഖ്യാനിച്ചാൽ ലഭിക്കുന്ന ആശയം എന്താണ്? അക്കരെ ചെല്ലണം, അവിടെ പോയി വേണം, തോണി മുങ്ങണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയാൽ തോണി മുങ്ങിയാലും പ്രശ്നമില്ല. ഏതായിരിക്കും? കാര്യം സാധിച്ചു കഴിഞ്ഞാൽ സഹായിച്ചവനും നശിക്കണം. അല്ലെ, നമ്മളെ കാര്യം സഹായിച്ചവൻ നശിക്കണം എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡിനാണ് അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന മാസിക ഏതാണ്? ശാസ്ത്ര കൈരളി, യുറീക്ക, തളിര്, ബാലശാസ്ത്ര മാസിക. ശ്രദ്ധിക്കേണ്ടത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അത് തീർച്ചയായും ഉത്തരം തളിര് എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം. സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ്? ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, ഭരത് അവാർഡ്, പത്മശ്രീ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം. ഏതാണ്? കേരള സർക്കാർ കൊടുക്കുന്നത് JC ഡാനിയൽ പുരസ്കാരമാണ്. അടുത്ത ചോദ്യം. തേൻകനി എന്ന നാടകം രചിച്ചതാര്? ജി ശങ്കരപ്പിള്ള, വയല വാസുദേവ പിള്ള, CL ജോസ്, നരേന്ദ്രപ്രസാദ്. ഉത്തരം ഓപ്ഷൻ B വയല വാസുദേവ പിള്ള. അടുത്ത ചോദ്യം. ജയ ജയ കേരള കോമളധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്? അല്ലെ, പ്രസിദ്ധമായൊരു ഗാനമാണ്. ഇത് രചിച്ചത് ബോധേശ്വരൻ, അംശി നാരായണപിള്ള, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വര അയ്യർ. ഉത്തരം ബോധേശ്വരനാണ് ഈ കവിത രചിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം. ചങ്ങമ്പുഴയെ മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചതാര്? മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നവരാണ് ചങ്ങമ്പുഴയാണ്. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? M ലീലാവതി. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്. കേരള ഇബ്സൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? N കൃഷ്ണപിള്ള, CV രാമപിള്ള, SK പൊറ്റക്കാട്, നീലകണ്ഠമേനോൻ. ആരാണ്? N കൃഷ്ണപിള്ള. അപ്പോൾ മറ്റുള്ളവരൊക്കെ ആരാണ്? കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? CV രാമൻപിള്ള.